Dear students, welcome to another class of dimensional analysis in units and measurement. Dimensional analysis അടുത്ത application ആണ് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ കിട്ടിയാലാണ് ബാക്കിയെല്ലാം സോൾവ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും നമുക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാം. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഡയമെൻഷണൽ അനാലിസിസിൽ ഇപ്പോ നമുക്ക് ആദ്യം എക്സാമ്പിൾസിലൂടെ ഇത് മനസ്സിലാക്കാം. സെൻട്രിപെറ്റൽ ഫോഴ്സ് അഥവാ അഭികേന്ദ്ര ബലം എന്നൊക്കെ പറയുന്ന ആ ഫാക്ടറിന്റെ ഡയമെൻഷൻ നമുക്ക് അനാലിസിസ് ഉപയോഗിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഏതാണ് ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്, പക്ഷെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പൊ ആദ്യം അറിയേണ്ടത് അത് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? ഒരു വസ്തു ഇങ്ങനെ സർക്കുലാർ മോഷനിലായിരിക്കുമ്പോ അതിന് അനുഭവപ്പെടുന്ന, കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ഒരു ബലമാണ് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ്. നമുക്ക് ഇതിനെ സെൻട്രിപെറ്റൽ എന്ന് കാണിക്കാൻ വേണമെങ്കിൽ ഒരു സി കൂടെ ഇവിടെ കൊടുക്കാം. അപ്പോ എഫ് സി, അതായത് എഫ് ഇൻറ്റു സി എന്നല്ല ഇത്, അപ്പൊ എഫ് സി എന്നാണ് വായിക്കേണ്ടത്. അപ്പൊ സെന്ററിലേക്കുള്ള ഈ ഫോഴ്സ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക? സർക്കുലാർ മോഷൻ ആയിരിക്കുമ്പോ തന്നെ അതൊരു റേഡിയസോട് കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഒരു റേഡിയസ് ഉള്ളതാണ് ഈ സർക്കിളിന്. പിന്നെ എന്താണ് ഉണ്ടാവുക? അത് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് എന്തുണ്ടാവും? ഒരു വെലോസിറ്റി ഉണ്ടാവും. വെലോസിറ്റി അഥവാ സ്പീഡ്. അപ്പോ വെലോസിറ്റി ആണ് കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെ. ഡയറക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണുള്ളത്? ഈ സഞ്ചരിക്കുന്ന വസ്തുവിന് ഒരു മാസ് ഉണ്ടാവും. ഒരു കല്ലാണ് ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുന്നതെങ്കിൽ ആ കല്ലിന് ഒരു മാസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവും ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സിൽ ഇരിക്കുന്ന വസ്തുവിന്. അപ്പൊ നമുക്ക് ഇവിടെ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇപ്പൊ നമ്മൾ അറിഞ്ഞിടത്തോളം വെച്ചിട്ട് എന്ത് എഴുതാം? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സെൻട്രിപെറ്റൽ ഫോഴ്സ്. എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇത് അറിയാതെ നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ മുൻകൂട്ടി ഇത് അറിഞ്ഞു വെച്ചാലേ ഇത് സാധിക്കുള്ളൂ. അത് ഇതിന്റെ ഒരു പോരായ്മയാണ്. അപ്പൊ ഡിപ്പെൻഡ്സ് ഓൺ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? 1 എന്താണ്? മാസ് ഓഫ് ദ ബോഡി. മാസ് ഓഫ് ദ ബോഡിനെ നമുക്ക് സ്മോൾ ലെറ്റർ എം എന്നാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ സ്മോൾ ലെറ്റർ എം. രണ്ടാമത്തെ ക്വാണ്ടിറ്റി എന്താണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് അതിന് പറയാ. റേഡിയസ് ഓഫ് സർക്കുലാർ പാത്ത്. അതിനെ നമ്മള് ആർ എന്നാണ്, സ്മോൾ ലെറ്റർ ആർ എന്നാണ് സൂചിപ്പിക്കുക. പിന്നെ എന്താണുള്ളത്? മൂന്നാമത്തെ ക്വാണ്ടിറ്റി വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പൊ നമ്മളിവിടെ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയാണ്, ഇതിന്റെ സിമ്പിളും കൂടി എഴുതാം. ഇവിടെ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യണേന്നാണ് ആദ്യം അറിയേണ്ടത്. ഇതറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അത് കൊണ്ട് തന്നെ ഇത് മുൻകൂട്ടി തരണം, അല്ലെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ അറിയണം. എന്നിട്ട് വേണം ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിറൈവ് ചെയ്യാൻ. അപ്പൊ ഏതൊക്കെയാണ് ക്വാണ്ടിറ്റി നമ്മളിപ്പോ കണ്ടുപിടിച്ചു വെച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എഫ് സി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എം, പിന്നെ ആർ, വി. ആ ഓർഡറിൽ തന്നെ എഴുതാം. എം, ആർ, വി. അപ്പൊ ഇതിനെങ്ങനെയാണ് ഇനി നമ്മൾ ഒരു ഇക്വേഷൻ ആക്കി മാറ്റുക? നമുക്ക് എപ്പോഴും ഇവിടെ അറിയാവുന്ന ഒരു ക്വാണ്ടിറ്റി എന്താ? എഫ് സി ഡിപ്പെൻഡ്സ് ഓൺ എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? എഫ് സി ഈസ് പ്രപ്പോർഷണൽ ടു, ഡയറക്ട്ലി ആവാം, ഇൻവേഴ്സ്ലി ആവാം. അപ്പൊ പ്രപ്പോർഷണൽ ടു എം. അതുപോലെ ആർ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ഇത് മൂന്നും എഴുതാം. പക്ഷെ ഇവിടെ നമുക്ക് ജസ്റ്റ് എം എഴുതാം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണെങ്കിൽ 1/m ആവാം. അപ്പൊ ഇതിനൊരു പവർ റേസ് ടു -1 എന്ന് വരാം. 1/m എന്ന് പറയുന്നതാണ് m റേസ് ടു -1. ഇത് ചിലപ്പോ m സ്ക്വയർ ആവാം. അതുകൊണ്ട് തന്നെ ഈ പവർ ഇതിങ്ങനെ ജസ്റ്റ് വെറും എം, ആർ, വി എന്ന് എഴുതാൻ പറ്റില്ല. നമുക്ക് അതിനൊരു പവറുകളും കൂടി ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. എക്സ്, വൈ, സെഡ്. ഇത് 1 ആണെങ്കിൽ അത് എം മാത്രമായി തീരും, അല്ലെങ്കിൽ ആർ മാത്രം, വി മാത്രം. പക്ഷെ അങ്ങനെ അല്ലെങ്കിലും നമുക്കത് ഇക്വേഷനിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ആ പവറും കൂടി ഇട്ടു. ഇനി എന്താണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോഴത്തെ ഏറ്റവും വേറൊരു ലിമിറ്റേഷൻ ആണ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇവിടെ പ്രപ്പോർഷൻ മാറ്റി ഒരു ഈക്വലും ഒരു കോൺസ്റ്റന്റ് ഇടേണ്ട ആവശ്യമുണ്ട്. ആ കോൺസ്റ്റന്റ് എപ്പോഴും ഡയമെൻഷൻലെസ് ആണെങ്കിലാണ് ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് കൊടുത്തു.
m raised to x r raised to y v raised to z. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിലെ എക്സും വൈയും സെഡും കെയും ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ മുഴുവനായി. അപ്പൊ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലെയും ഡയമെൻഷണൽ ഫോർമുല വെച്ചിട്ട് എഴുതാൻ പോകും. ഡയമെൻഷണൽ അനാലിസിസ്. ഇക്വേഷൻ 1 ബിക്കംസ് എഫ് സി എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. എന്ത് തരം ഫോഴ്സ് ആണെങ്കിലും നമുക്ക് എന്ത് എഴുതാം? എം എൽ ടി റൈസ് ടു മൈനസ് 2. ലെഫ്റ്റ് സൈഡ് എഴുതി. ഇനി റൈറ്റ് സൈഡില് കെ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമാണ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ഉറപ്പായിട്ട് ഇങ്ങനെ തരുന്ന ഇക്വേഷൻസിന് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് എടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് എം. മാസിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം എന്നാണ് കൊടുക്കുക. പക്ഷെ പവർ അതുപോലെ തന്നെ എഴുതണം. ആർ റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരു നീളമാണ്. അപ്പൊ എൽ റൈസ് ടു വൈ. അടുത്തത് വി വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എൽ ടി റൈസ് ടു മൈനസ് 1. അതിനെല്ലാത്തിനും കൂടെ സെഡ്. നമുക്കിവിടെ ഈ റൈറ്റ് സൈഡിൽ കുറച്ചും കൂടി ചെയ്യാനുണ്ട്. കാരണം 2 പ്രാവശ്യം എല്ലൊക്കെ വരുന്ന കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റി എഴുതണം. ഇവിടെ എഴുതാം എം എൽ റൈസ് ടു വൈ. ഇവിടെ എൽ റൈസ് ടു സെഡും വരും, ടി റൈസ് ടു മൈനസ് സെഡും. കാരണം ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോ എൽ റൈസ് ടു സെഡ് ടി റൈസ് ടു മൈനസ് സെഡ്. എന്താണ്? എല്ലിന് റൈസ് ടു സെഡ് കൊടുത്തു. ടി റൈസ് ടു മൈനസ് 1 റൈസ് ടു സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി റൈസ് ടു മൈനസ് സെഡ്. അപ്പോ ഇത് 2 എല്ല് വരുന്നുണ്ട് ഇവിടെ. അപ്പൊ അതിന് രണ്ടിന്റെയും കൂടെ എഴുതി കഴിഞ്ഞാല് ഇവിടെ എം റൈസ് ടു എക്സ് എൽ റൈസ് ടു വൈ പ്ലസ് സെഡ് ടി റൈസ് ടു മൈനസ് സെഡ്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് എം എൽ ടി റൈസ് ടു മൈനസ് 2. ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നമുക്കറിയാം ഓരോ ടേമും ഒരു ഈക്വൽ ഇട്ടുള്ള ഒരു ചിഹ്നം ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ സൈഡും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തുല്യമായിരിക്കണം. തുല്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പവറുകളും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. എമ്മിന് ഇവിടെ എന്താണോ പവർ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുപോലെ എല്ലിന്റെയും ടിയുടെയും. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെഴുതാം? ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് ഇവിടെ നിന്ന് നമുക്ക് എന്തെഴുതാം? എക്സിന്റെ വില ഇവിടെ എമ്മിന്റെ വിലയ്ക്ക് തുല്യമായിരിക്കും. അപ്പോ എക്സ് ഇസ് ഈക്വൽ ടു 1. അടുത്തത് അതുപോലെ എല്ലിന്റെ വില ഇവിടെ വൈ പ്ലസ് സെഡ് ആണ്. അത് ഇവിടെ എന്താണോ അതിന് തുല്യമായിരിക്കും. വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1. പിന്നെ മൈനസ് സെഡ് എന്ന് പറയുന്നത് ടിയുടെ ആണ്. അതുപോലെ ഇവിടെ ടിയുടെ പവർ -2 ആണ്. മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു -2. ഇനി നമുക്ക് നോക്കാം. എക്സിന്റെ വില നേരിട്ട് കിട്ടി. ഇവിടെ 2 ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ. ഇത് ആദ്യം ചെയ്യാം. എന്താണ് കിട്ടുക? മൈനസ് സെഡ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെഡ് ഈക്വൽ ടു 2 എന്നാണ് അർത്ഥം. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ y പ്ലസ് 2 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? y ഈക്വൽ ടു 1 മൈനസ് 2 എന്ന് വെച്ചാൽ -1. അപ്പൊ y ഈക്വൽ ടു -1 എന്നും x ഈക്വൽ ടു 1 എന്നും z ഈക്വൽ ടു 2 എന്നും കിട്ടി. ഇത് നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ നമ്മൾ ഈ വിലകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായി മാറും? എഫ് സി അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റൈസ് ടു, ഇതൊക്കെ സ്മോൾ ലെറ്റേഴ്സ് ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. എം റൈസ് ടു 1 ഇനി ആർ റൈസ് ടു, ആറിന്റെ സ്ഥാനത്താണ് ഇവിടെ എന്തുള്ള പവർ ആണ്? വൈയുടെ വില കൊടുക്കുക. ആർ റൈസ് ടു -1 വി റൈസ് ടു, ഇവിടെ സെഡിന് പകരം എന്ത് കൊടുക്കുക? 2 അല്ലെ? അപ്പോ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ മൈനസ് ഉള്ള ആളെ നമുക്ക് താഴേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്താണ് കിട്ടുന്നത്? ഈക്വൽ ടു കെ എം റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എം ആണ്, വി സ്ക്വയർ ആർ റൈസ് ടു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ പോയാൽ അത് ആർ റൈസ് ടു 1 ആയി. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. സിൻസ് കെ ഈക്വൽ ടു 1 നമ്മുടെ എക്സ്പെരിമെന്റലി ആണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുക. കെയുടെ വില ഒരു കോൺസ്റ്റന്റ് ആണ്. അത് 1 ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എഫ് സി ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ
ആർ. അപ്പൊ ഇതിങ്ങനെ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ തുടക്കത്തിൽ നമുക്ക് എന്ത് വേണം, ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ട ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു വെക്കണം. അത് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഇക്വേഷനിലേക്ക് എക്സും വൈയും സെഡും കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വേറൊരു ലിമിറ്റേഷൻ എന്താണ്? ആദ്യത്തെ ലിമിറ്റേഷൻ അതിന്റെ എന്തൊക്കെ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അറിയണം. രണ്ടാമത്തെ ലിമിറ്റേഷൻ കെയുടെ വാല്യൂ എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചിട്ട് വേണം ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അത് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. നമുക്ക് ഒരു ഭാഗത്ത് ഉറപ്പിച്ചിട്ടുള്ള ഒരു സ്ട്രിങ്, അതിനറ്റത്ത് ഇത്തിരി ഈ സ്ട്രിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കനം കൂടിയ ഒരു വസ്തു തൂക്കിയിട്ടിരിക്കുക. ഇപ്പൊ ഇതൊരു സ്പെറിക്കലാണ്, ഒരു സ്പെറിക്കൽ ബോൾ ആണ് തൂക്കിയിട്ടുള്ളത്. പക്ഷെ ഇത് നമ്മൾ ബോൾ എന്നല്ല പറയാ, ബോബ് എന്നാണ് പറയാ. ബോബ്, എം മാസുള്ള ഒരു ബോബാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങോട്ട് ഒന്ന് നീക്കിയിട്ട് തിരിച്ച് വിട്ടുകഴിഞ്ഞാൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എവിടേക്കാണ് നമ്മൾ നീക്കിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നേരെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും ദൂരം പോയി തിരിച്ചിങ്ങോട്ട് വന്ന് വീണ്ടും ഇങ്ങോട്ട് എത്താം. അതിനെയാണ് എന്ത് പറയാ, ഒരു ഓസിലേഷൻ എന്ന് പറയാം. അതിനെടുക്കുന്ന ടൈമിനെയാണ് പീരീഡ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ സർക്കുലർ മോഷൻ ആണെങ്കിൽ ഒരു വട്ടം ഒരു സർക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ പീരീഡ് പറയാ. ഇവിടെ അതെങ്ങനെയാണ്, അത് എവിടെ നിന്നാണോ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി തിരിച്ച് അതേ പൊസിഷനിലേക്ക് എത്തുന്ന സമയം, അതിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് അറിയാവുന്നത്? ഒന്ന് എം അറിയാം, പിന്നെ ഇതിന് ഫോഴ്സ് താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് വരുന്നു, വെയിറ്റ് അഥവാ ഇതിന്റെ ജി എന്നൊരു ഫാക്ടർ, എം ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ എം ഉണ്ട്, ജി ഉണ്ട്, പിന്നെ എന്താണുള്ളത്, ഇതിന്റെ സെന്റർ വരെയുള്ള നീളം, ലെങ്ത് ഓഫ് ദ പെൻഡുലം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് പറയാം ദ പീരീഡ് മേ ഡിപ്പെൻസ്, എല്ലാം ഡിപ്പെൻഡ് ചെയ്യണം നമുക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കാണുന്നത് വെച്ചിട്ട് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയാം. പീരീഡ് ടി ഡിപ്പെൻസ് ഓൺ എന്തിനൊക്കെയാണ്? ഒന്ന്, മാസ് ഓഫ് ദ ബോബ്, എം, പിന്നെ രണ്ട്, ലെങ്ത് ഓഫ് ദ പെൻഡുലം, ലെങ്ത് ഓഫ് ദ പെൻഡുലം എൽ, പിന്നെന്താണ് മൂന്നാമത്തെ അവിടെ പറഞ്ഞത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിനെ സ്മോൾ ലെറ്റർ ജി. അപ്പൊ നമ്മളിവിടെ ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് തന്നിരിക്കുന്ന സിറ്റുവേഷൻ വെച്ച് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ക്വസ്റ്റ്യനിൽ തരേണ്ടി വരും. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. മാസിനെയും ലെങ്തിനെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാം ടി ഡിപ്പെൻഡ്സ് ഓൺ എന്തിനൊക്കെയാണ്, മാസ്, ലെങ്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പക്ഷെ ഇങ്ങനെ ഈക്വൽ എന്നിട്ടിട്ട് നേരിട്ട് എഴുതാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് എഴുതുക, ഇതിനെ പ്രപ്പോർഷണൽ അല്ലെങ്കിൽ ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൂടി മാറ്റി ഒരു കെ ഇട്ടു. എന്നിട്ട് ഇവിടെ എം റെസ് ടു എക്സ്, എൽ റെസ് ടു വൈ, ജി റെസ് ടു സെഡ്. ഇതാണ് നമ്മുടെ ഇപ്പോ ഡിപ്പെൻഡൻസ് വെച്ച് എഴുതിയ ഇക്വേഷൻ. ഇനി എന്താണ് ചെയ്യേണ്ടത്, ബൈ ഡയമെൻഷണൽ അനാലിസിസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ മാറ്റി എഴുതണം. ഡയമെൻഷണൽ ഫോർമുലകൾ എഴുതണം. ഇക്വേഷൻ 1 എന്തായി മാറുന്നു, ടി എന്നുള്ളത് ടൈം പീരീഡ് തന്നെയാണ്, ടൈം തന്നെയാണ് പീരീഡ്. അപ്പൊ ഈ ക്യാപിറ്റൽ ടി എന്നുള്ളത് അതുപോലെ തന്നെ എഴുതാം. കെ ഇവിടെ വീണ്ടും പറയാണ് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ഉള്ള ഇക്വേഷൻസ് മാത്രമേ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കെ ഡയമെൻഷൻ ഇല്ലാത്തതാണ്, വിട്ടുകളയാം. അടുത്തത് എന്താണ്, എം ക്യാപിറ്റൽ ലെറ്റർ എം ആക്കി മാറ്റുക. പവർ അതുപോലെ തന്നെ എഴുതാം. ലെങ്ത് അതിന് ക്യാപിറ്റൽ ലെറ്റർ എൽ ആക്കി മാറ്റുക. പവർ വൈ എന്ന് എഴുതാം. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിലും അത് ആക്സിലറേഷൻ ആണ്. അപ്പൊ എൽ ടി റേസ് ടു -2 ഹോൾ റേസ് ടു സെഡ്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് ഒരൊറ്റ ക്വാണ്ടിറ്റീസ് എമ്മും എല്ലും ടി ഒക്കെ ഒന്ന് മതി. ഇവിടെ രണ്ട് ഇതുണ്ടല്ലോ, ബ്രാക്കറ്റ് മാറ്റി എഴുതണം. എൽ റേസ് ടു വൈ, ഇവിടെ എൽ റേസ് ടു സെഡ്, ടി റേസ് ടു
മൈനസ് 2z. ഇനി എന്താണ് വരിക? m raised to x, l raised to y plus z, t raised to minus 2z. നമുക്ക് ലെഫ്റ്റ് സൈഡ് ആണെങ്കിലോ ഒരു ടി മാത്രമേ ഉള്ളൂ. നമുക്ക് എമ്മോ എല്ലോ ഒക്കെ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതണം? എല്ലാം റേസ് ടു 0 എന്നിട്ടിട്ട് വേണം എഴുതാൻ. ഉള്ള ക്വാണ്ടിറ്റി മാത്രം 1 എന്നാണ് ഇവിടെ പവർ വരുന്നത്. ഇനി രണ്ടിന്റെ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി, ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഇവിടെ നമുക്ക് ഇതിന്റെയൊക്കെ പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മാസിന്റെ ഇവിടുത്തെ പവർ എക്സ് ആണെങ്കിൽ ഇവിടുത്തെ പവർ 0 ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 0. ലെങ്ത്തിന്റെ പവർ y പ്ലസ് സെഡ് ആണ്, ഇവിടെ 0 ആണ്. y പ്ലസ് സെഡ് ഈക്വൽ ടു 0. ടൈമിന്റെ പവർ മൈനസ് 2z ആണ്. ടൈമിന്റെ പവർ മൈനസ് 2z ആണ്, ഇവിടെ പവർ 1 ആണ്. അപ്പോ ഇവിടെ എക്സ് നമുക്ക് 0 എന്ന് കിട്ടി, y പ്ലസ് സെഡ് 0. പക്ഷെ രണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ ഇതിനെ നോക്കാം. എന്താണ് വരിക? 2z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സെഡ് എന്തായിരിക്കും? മൈനസ് 1/2. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, മൈനസ് അതിന് അപ്പുറത്തോട്ട് കൊടുക്കാം. അപ്പോ ഇങ്ങനെ കിട്ടി. എന്താണ് അപ്പോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കിട്ടിയത്? y മൈനസ് സെഡ് എന്ന് പറയും. y പ്ലസ് സെഡ് എന്നുള്ളടത്ത് y മൈനസ് ഹാഫ് ഇസ് ഈക്വൽ ടു 0 അഥവാ y ഈക്വൽ ടു ഹാഫ് പ്ലസ് ഹാഫ്. അപ്പൊ എക്സിന്റെ വില 0, വൈയുടെ വില ഹാഫ്, സെഡിന്റെ വില മൈനസ് ഹാഫ്. അപ്പൊ ഇത് ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ 1 നമുക്ക് ഈ കിട്ടിയ എക്സിന്റെയും വൈയുടെയും വിലയ്ക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ t is equal to k into m raised to 0. വൈയുടെ സ്ഥാനത്ത് l raised to half, ജിയുടെ പവർ ആയിട്ട് സെഡിന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടേണ്ടത് മൈനസ് ഹാഫ്. m raised to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ക്വാണ്ടിറ്റി raised to 0 is 1. അപ്പൊ നമുക്ക് അത് എഴുതണ്ട, 1 ഉള്ള ക്വാണ്ടിറ്റി എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് എന്താണ്? l raised to half, g raised to minus half. അതിന് താഴെ കൊണ്ടുപോയി ആ മൈനസ് പോയി കിട്ടും. അപ്പം താഴേക്ക് കൊണ്ടുപോയി. ഇനി എന്താണ് റേസ് ടു ഹാഫ് എന്ന് വെച്ചാൽ? റൂട്ടാണ്. അപ്പോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ്, രണ്ടിലും ഉണ്ടല്ലോ ഹാഫ്, റൂട്ട് ഓഫ് l/g. ഈ കെയുടെ വില എക്സ്പെരിമെന്റലി കെയുടെ വില നമുക്കുള്ളത് 2π എന്നാണ്, എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തിയിട്ടുള്ള വില. അപ്പോ t is equal to 2π റൂട്ട് l/g. ഇതാണ് പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. നമുക്ക് ഇതില് കണ്ടെത്തിയത് എന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ അവസാന ഇക്വേഷൻ വന്നപ്പോൾ അത് ലെങ്തിനെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഏത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാലും അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ മെത്തേഡ് വെച്ച് ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ചെയ്തു നോക്കുക, കിട്ടാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. താങ്ക് യു.